ശബരിമല ഒരു പുണ്യസ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം മാത്രം പോരാ, അതിനൊരു സഹായിക്കാൻ ഒരു ഇക്കോസിസ്റ്റം വേണം. അപ്പോൾ ആരാണ് സഹായിച്ചത്? ആരാണ് പ്രോത്സാഹിച്ചത്? ഇത് പത്മകുമാറാണോ, വാസുവാണോ, പോറ്റിയാണോ? അല്ല. അതിൻ്റെ പിന്നിൽ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതെല്ലാം നമ്മുടെ ഒരു അവകാശമല്ലേ? നമ്മൾ പുണ്യസ്ഥലത്തിന് ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ആര് ചെയ്തു, അവരുടെ പിന്നിൽ ആരായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാൻ നമ്മളുടെ അവകാശമല്ലേ? കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു റൈറ്റ് അല്ലേ? അപ്പോൾ ഇത് ഒരു 30 ദിവസമായിട്ട് ഇവിടെ ഒരു നാടകമായിരുന്നു. ആദ്യം പറഞ്ഞൊരു വീഴ്ച. എങ്ങനെയാണ് ഇത് വീഴ്ച? ഇത് വീഴ്ചയാണോ? അപ്പം ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണ്ണം എടുത്താൽ അതൊരു വീഴ്ചയാണോ, ക്രൈമാണോ? അപ്പോൾ CPM ചെയ്യുന്ന കൊള്ളയും CPM ചെയ്യുന്ന ഉപദ്രവവും CPM ചെയ്യുന്ന ദ്രോഹം ഒരു വീഴ്ച, മറ്റൊരു ചെയ്യുന്ന എല്ലാം ക്രൈം അല്ല. അങ്ങനെ നടക്കില്ല. ഇവിടെ എല്ലാവർക്കും ഏത് സർക്കാരിൽ ഏത് ഉദ്യോഗസ്ഥനാണോ, ഏത് മന്ത്രിയാണെങ്കിൽ ഒരേ സമ്മാനം ലോ അപ്ലൈ ചെയ്യും.